വെൽക്കം ടു മൈ ചാനൽ. നമ്മളിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറിയ റൈഡിനാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ലാസ്റ്റ് കാണിച്ചു തരാം നമ്മൾ എവിടേക്കും പോകണമെന്നുള്ളത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് നേരെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ നേരത്തെ ഇറങ്ങിയതാണ്. ഇപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് നല്ലൊരു സ്ഥലം കാണുമ്പോൾ അവിടെ ഇറങ്ങിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് സിൽവർ സ്ട്രോമിൻ്റെ അടുത്താണ്. നമ്മൾ രാവിലെ ഒന്നും ചായ ഒന്നും കുടിച്ചിട്ടില്ല. അപ്പം നമുക്ക് നല്ല വെയിലാണ്, ചായ കുടിച്ചിട്ട് കാണാം. അങ്ങനെ നമ്മൾ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് വേണം നെക്സ്റ്റ് പരിപാടി പിടിക്കാൻ. ഈ കട അത്ര സെറ്റപ്പ് ഒന്നും അല്ലെങ്കിലും ഇതിൻ്റെ ബാക്കിൽ വ്യൂ കാണാൻ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള വെള്ളച്ചാട്ടം, നല്ല പീസ്ഫുള്ളായിട്ട്, അത്ര സൗണ്ടൊന്നുമില്ല, ഭയങ്കര സൈലൻസ് ആണ്. അതിൽ നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കേൾക്കാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് വിശക്കുന്ന കാരണേ അത്രയ്ക്കങ്ങ് ആസ്വദിക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് തന്നെ ഫുഡിലോട്ട് പോയിട്ടോ. രാവിലെ തന്നെ ആയതുകൊണ്ട് നല്ലൊരു എനർജറ്റിക് ആവാൻ വേണ്ടിയിട്ട് നല്ല സ്ട്രോങ് ചപ്പാത്തിയും നല്ല ഗ്രീൻ പീസ് കറി ആയിരുന്നു കേട്ടോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ്. വിശപ്പ് കാരണം ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിയില്ല, പെട്ടെന്ന് കഴിച്ചു പോയി. പക്ഷേ ഇതിൻ്റെ ചപ്പാത്തി കഴിച്ച് കഴിഞ്ഞപ്പോഴേ ചായ കുടിച്ച് റിസ്ക് എടുക്കാൻ തോന്നിയില്ല. അങ്ങനെ ഫുഡും കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഫുഡ് പോരെങ്കിലും അവിടുത്തെ സർവീസ് കൊള്ളാം കേട്ടോ. പറയുമ്പോൾ പിന്നെ എല്ലാം പറയണമല്ലോ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്കിനി റൈഡ് കണ്ടിന്യൂ ചെയ്യാം. സോ ലെറ്റ്സ് ഗോ. ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് അതിരമ്പള്ളിയിലാണ്. അതിരമ്പള്ളി റൂട്ടിലാണ് കേട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവിടെ നിന്ന് നേരെ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എവിടേക്ക് പോകണം ചായ? നെക്സ്റ്റ് നമ്മൾ വാഴച്ചാലാണ് പോണേ. ഇനി നമുക്ക് അവിടെ എത്തിയിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം. ഗൈസ്, നമ്മളിപ്പോൾ വാഴച്ചാല് വഴി മലക്കപ്പാറ പോവാണ്. നല്ല രസമാണ് ഇവിടെ കാണാനൊക്കെ ആയിട്ട്. എന്ത് ഭംഗിയാണെന്നറിയോ? നല്ല പൊള്ളുന്ന വെയിലാണ്. പക്ഷെ നമ്മൾ മരത്തിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പോകുന്ന കാരണം നമുക്ക് നല്ലൊരു കൂളിംഗ് ഉണ്ട്. പക്ഷെ ഇവിടെ ഒന്നും അധികം ആൾക്കാരില്ല കേട്ടോ. തീരെ ആരും ഇല്ല. ഞങ്ങൾ മാത്രമേ ഇവിടെ പോകണുള്ളൂ. ഇവിടെ ആരും കാണാനില്ല. ഞാൻ വിചാരിച്ചു നല്ല വെയിലൊക്കെ ഇല്ലേ, കരിഞ്ഞു പോകുന്നൊക്കെ വിചാരിച്ചു. പക്ഷെ നമ്മൾ കാടിൻ്റെ ഉള്ളിൽ കൂടെ പോണോണ്ടേ നമുക്ക് വെയിലൊന്നും അങ്ങനെ തീരെ ഇല്ല, വെയിലില്ല നമുക്ക്. ഇതൊക്കെ ഓരോ ഷൂട്ടിംഗ് സ്പോട്ടുകളാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടല്ലേ. നമുക്ക് ഇവിടുന്ന് 2 ഫോട്ടോ എടുത്താലോ? നമ്മളിവിടെ അധികം നേരം നിന്നില്ല കേട്ടോ. 2-3 ഫോട്ടോ എടുത്തിട്ട് നേരെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയേ. ഭയങ്കര ഡേഞ്ചർ സ്ഥലമാണെന്നാ പറയണേ. പക്ഷെ എനിക്ക് നല്ല ഭംഗിയാണ് തോന്നുന്നത്. അത്രയ്ക്ക് പേടിയാവണില്ല. സാധാരണ എനിക്ക് ഭയങ്കര പേടിയുള്ള ആളാണ് ഞാൻ. പക്ഷെ ഇപ്പം എനിക്ക് പേടിയൊന്നും, നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ലൊരു കൂളിംഗ്, അടിപൊളിയാണ്. ചെറിയൊരു വെയിലുണ്ട്, നല്ലൊരു കൂളിംഗ് ഉണ്ട്. അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെയൊന്നും വണ്ടിയൊന്നും നിർത്താൻ പാടില്ല. കാരണം ഇവിടെ കുറേ മൃഗങ്ങളൊക്കെ ഉള്ള കാരണം ഈ വീടുകളിലേക്ക് ഒന്ന് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഫുള്ള് കമ്പി വെച്ച് കെട്ടിയിരിക്കുക. കണ്ടില്ലേ, ഫുള്ള് കമ്പിയാണ്. അത്രയ്ക്കും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സ്ഥലത്തിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഓരോരുത്തർ കാണാൻ പറ്റുമോ നമുക്ക് അറിയില്ല. പുലിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ പുലി ഉണ്ടോ? ഇവിടെ പുലി ഉണ്ടോന്ന് അറിയില്ലാന്ന്. ഭാഗ്യം ഉണ്ടെങ്കിൽ കാണാം. അപ്പൊ ഇവരെ കൂളായി നടക്കുന്നുണ്ടല്ലോ ഗൈസ്. ഇവിടെ ആരും ഇല്ലാതെ കാണിച്ചത് എന്താണ് എനിക്ക്. പക്ഷെ ഇവിടെ എല്ലാവരും ഭയങ്കര കൂളായി നടക്കുന്നു. എന്തോ ഇവിടെ ഒരു പള്ളിയുണ്ട് ഗൈസ്, കണ്ടോ? മേലെ അങ്ങ് ദൂരെ മനുഷ്യവാസത്തെ സ്ഥലം എന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാരുടെ കൂസില്ലാണ്ട് നടക്കണ്ടല്ലോ ഗൈസ്. ഓരോന്ന് പറഞ്ഞെ പറ്റിച്ചോണ്ടിരിക്കുന്നു ഗൈസ്. ഇതാണ് നേരത്തെ പറഞ്ഞ പള്ളി, അതിന്റെ ബാക്ക് സൈഡാണ് ഗൈസ്. നിങ്ങൾ വരാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇവിടേക്ക് ഒന്ന് വരണം കേട്ടോ. കാരണം നല്ല ഭംഗിയുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. തണവും ചൂടൊക്കെ ആയിട്ട് നല്ല വ്യൂവും ഒക്കെ അടിപൊളിയായിട്ടോ കാണാൻ. പക്ഷേ കുറച്ച് പേടിയൊക്കെ ആവും. എനിക്ക് അങ്ങനെ വലിയ പേടിയില്ല. മറ്റേ നമ്മുടെ പഴയപ്പയെ വിചാരിച്ച് നമ്മൾ ആരെ കണ്ടത്? പശുവോ എന്താ? എന്തിനു കണ്ടത്? എന്തോ ഒരു സാധനം കണ്ടു, അതിന് കണ്ടു. പിന്നെ ഇവിടെ വേറെ ഒന്നും കണ്ടില്ല.
ചേച്ചി പറഞ്ഞു അപ്പുറത്തേക്ക് പൊക്കോ, നന്നായിട്ട് കാണാന്ന്. ഗൈസ് ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടാ. ഗൈസ് നമ്മൾ ആനനെ കണ്ടുപോയി. ഇവിടെ ഇപ്പം മൊത്തം 4 ആനകളാണ് ഞങ്ങൾ കണ്ടത്. 2 വലിയ ആനയും 2 കുട്ടി ആനകളെയും കണ്ടില്ലേ. മണ്ണൊക്കെ എടുത്ത് മാറ്റിക്ക് എറിഞ്ഞ് അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഞങ്ങൾ രഹസ്യമായി ചോർത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ 4 ആനകളെ കണ്ടു. ഇനി നമുക്ക് അടുത്ത സ്പോട്ടിലോട്ട് പോവാം. ഗൈസ് സൂക്ഷിച്ച് നോക്കിയേ, ഇതാണ് കേട്ടോ ട്രൈബൽ കോളനി, അതായത് ആദിവാസി കോളനി, വാച്ചുമരം ട്രൈബൽ കോളനി. ഇത് പൊതുവഴിയല്ല, വനത്തിൽ പ്രവേശിക്കുന്നത് ശിക്ഷാർഹമാണ്. ഗൈസ് അവരുടെ വീടൊക്കെ ഇവിടെ കാണാം കേട്ടോ. നിങ്ങൾക്ക് ഈ ക്യാമറയിൽ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷെ അവരുടെ വീടൊക്കെ അവിടെ ഉണ്ട്. ഇപ്പം പുല്ല് വെച്ചിട്ടുള്ളൊക്കെ വീടല്ലേ. ദൈവമേ, ഇതാട്ടോ നമ്മളെ നേരത്തെ പറഞ്ഞ ഈറ്റക്കാട്. ഇതാണ് നമ്മുടെ ആന കഴിക്കുന്ന ഫുഡ്, ചുറ്റോറ് അതാണ് കേട്ടോ. അപ്പോൾ ഏത് നിമിഷവും ആന വരാനാണ് പറഞ്ഞത്. അത് ഡേഞ്ചറസ് ആയിട്ടുള്ള ആനകളാട്ടോ ഇവിടെ ഉള്ളത്. നേരത്തെ കണ്ടത് സീനില്ല കണ്ടോ, 2 സൈഡിലും ഈറ്റയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈറ്റക്കാട് എന്ന് പറയുന്നത്. ഞാനിവിടെ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ, പക്ഷേ ഇതിന് മുമ്പ് 2 വട്ടം വന്നിട്ടുണ്ട്. 2 വട്ടം വന്നപ്പോഴും ഓരോരോ സംഭവ വികാസങ്ങളുണ്ടായി എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഞാൻ കഥകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ടൈം മേലെ ഒളിച്ചിരുന്നു, ഒരു വട്ടം ആന മുന്നിൽ കൂടെ ക്രോസ് ചെയ്തു പോയി, പക്ഷെ ഉപദ്രവിച്ചൊന്നുമില്ല. അങ്ങനത്തെ ഓരോ കഥകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഗൈസ് നിങ്ങൾക്ക് അവിടുത്തെ സൗണ്ട് കേൾക്കണോ? ഭയങ്കര പീസ്ഫുള്ളായ ടൈമിൽ ചെറിയ ചെറിയ കിളികളുടെ സൗണ്ടൊക്കെ ഒരു വെറൈറ്റി സൗണ്ടാണ്. നമുക്കൊരു കാട് ഫീൽ ചെയ്യുന്നത് ഈ സൗണ്ട് കേൾക്കുമ്പോഴാണ്. അങ്ങനെ നമ്മൾ മലക്കപ്പാറ എത്തിയിരിക്കുകയാണ്. ഇവിടെ നേരെ വാൽപ്പാറയിലോട്ടാണ്. ഇതൊക്കെ നമ്മുടെ അല്ല, ഇവിടുത്തെ മലക്കപ്പാറ എസ്റ്റേറ്റ് ആണ്. അതിലൂടെ നമ്മളിങ്ങനെ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കാടിൻ്റെ അവിടെ നിന്ന് കുറച്ചൊക്കെ പോകുന്നു. ഇപ്പോൾ ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നിറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. ഇവിടെ കുറേ സ്ഥലങ്ങൾ, കുറേ ട്രാവൽ ബസ്സുകളും കുറേ ഹോട്ടലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കാം കേട്ടോ. ഇപ്പം സമയം ഉച്ചയായിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള സമയമായി. അപ്പം നമ്മൾ ഇവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കാൻ പോകുന്നത്. ഇവിടെ കയറിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല കുട്ടിക്കട. രാവിലത്തെ ഭക്ഷണം ഫ്ലോപ്പ് ആയതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ചൂട് നെയ്ച്ചോറും ബീഫും അങ്ങ് വാങ്ങി. നല്ല സ്മെല്ലുണ്ട്. അങ്ങനെ നമ്മൾ കഴിക്കാൻ പോവാണ്. വിശന്നിട്ട് വയ്യ, അതുകൊണ്ട് തന്നെ ഞാൻ ഒത്തിരി പറഞ്ഞ് ലേഖാക്കുന്നില്ല. ഫുഡ് കഴിച്ചിട്ട് കാണാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഷോളയാർ ഡാമിലാണ്. മലക്കപ്പാറയിൽ നമ്മൾ നേരെ വാൽപ്പാറയിലോട്ടാണ് പോകാൻ പോകുന്നത്. ഇനി അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. ഫൈനലി ഈ കുരിശിന്റെ ശല്യം സഹിക്കാൻ പറ്റാതെ ഇതിനെ കൊണ്ട് ഓടാൻ പോവാണ് വേഗം. അപ്പോൾ ബൈ ഗൈസ്, ലെറ്റ്സ് ഗോ. കുറച്ച് ദൂരം പോയപ്പോഴാണ് കേട്ടോ ഈ കട കണ്ടത്. കണ്ടപ്പോൾ തന്നെ കട ഇഷ്ടപ്പെട്ടു. എന്നാൽ പിന്നെ ഇവിടെ നിന്ന് ചൂട് മുളക് ബജിയും ഓംലെറ്റും കഴിക്കാമെന്ന് കരുതി. നല്ല സുട മുളക് ബജി, നല്ല ചൂട് ഡബിൾ ഓംലെറ്റും കഴിച്ചാലോ? ചൂടായിട്ട് കഴിക്കാം. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഇവിടുത്തെ ചേട്ടൻ്റെ അടുത്ത് കുറച്ച് നേരം വർത്താനം പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ സ്ഥലം വിട്ടു. ഇപ്പോൾ വാൽപ്പാറ എത്താറായി. ഒരു 5 കിലോമീറ്റർ അല്ലേ ഉള്ളൂ. ഇനി അവിടെ എത്തിയിട്ട് കാണാം. ബൈ. ഗൈസ് അങ്ങനെ നമ്മൾ വാൽപ്പാറ എത്തിയിരിക്കുകയാണ്. നിങ്ങൾ മുകളിലോട്ട് നോക്കി അതെന്താണെന്ന് മനസ്സിലായോ? കുരങ്ങന്മാർക്കേ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലോട്ട് കടക്കാനായിട്ട് ഒരു പാലം പണിത് വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് തിരിച്ചു പോവാണേ. ഇവിടെ വന്നിട്ട് ഞങ്ങൾ 2 ഓംപ്ലേറ്റും പിന്നെ നല്ല ചായയും നല്ല ചൂട് മാഗി പ്രത്യേകിച്ച് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നല്ല തണവാട്ടോ ഇവിടെ. അപ്പോൾ അവിടെ നമ്മൾ നല്ല ചൂട് മാഗിയും ചായയൊക്കെ കുടിക്കുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു രസമാണ്. ഇവിടെ വന്നിട്ടുള്ള എല്ലാവരും ഇവിടെ നിന്ന് മാഗി കഴിക്കാണ്ട് പോയിട്ടുണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.